അമ്മയുടെയും ഈശോയുടെയും പ്രതിഷേധത്തിന് സാക്ഷിയായി മാറ്റിയതിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് ജോഷ്ന. ഞാൻ 2024 ഫെബ്രുവരിയിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് എക്സാം പാസ്സായി ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം നൽകിയിരുന്നു. അത് കഴിഞ്ഞ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കായിരുന്നു എല്ലാം അന്വേഷിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്തത്. വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഒരു അത്യാവശ്യം ഞാനിങ്ങനെ അന്വേഷിച്ചപ്പോഴേക്കും എല്ലാവരും 2 വീക്സിൽ കിട്ടുന്നുണ്ട്. കൊച്ചിയിൽ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോഴേക്കും ഡേറ്റ്സിന് നല്ല ലോങ് ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ബാംഗ്ലൂർ അപ്ലൈ ചെയ്തു. ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ പക്ഷേ ചിലവർക്കെല്ലാം 2 വീക്സിൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ 2 വീക്സ് വെയിറ്റ് ചെയ്തിട്ട് എൻ്റെ വരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്താണ് വരാത്തത്? ഞാൻ കുറേ പ്രാർത്ഥിച്ചായിരുന്നു. 2 വീക്സ് കഴിഞ്ഞ് 1 മന്തായി വന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇനി റിജക്ഷൻ ആയിരിക്കുമോ ഇനി? അങ്ങനെ പേടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഞാൻ ഇവിടെ സാക്ഷ്യം നൽകാം, മാതാവ് എനിക്ക് എങ്ങനെയെങ്കിലും എൻ്റെ വിസ എനിക്കിവിടെ കയ്യിലെത്തിക്കണമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ 1-ാം തീയതി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസം ഞാൻ ഇങ്ങനെ കൃപാസനത്തിൽ വന്നു. കഴിഞ്ഞ മാസം ഞാൻ കൃപാസനത്തിൽ വന്നിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഈ ആഴ്ചക്കുള്ളിൽ ഞായറാഴ്ചക്കുള്ളിൽ എനിക്ക് വിസ കൈ കിട്ടണം. പള്ളിയിൽ പോയി തിരിച്ചു വന്ന് ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും എന്നെ DHL വിളിച്ചു. ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൊറിയറല്ലേ, ഓക്കെ, ഞാൻ 11:30 ആകുമ്പോൾ എത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ പുറത്ത് വന്ന് നിൽക്കായിരുന്നു. ആ സമയത്ത് കയ്യിൽ കൊറിയർ വന്നു. കൊറിയറിൽ ഞാൻ വെയിറ്റ് ചെയ്തു, കുറേ നേരം വെയിറ്റ് ചെയ്തു. 12 മണിയായപ്പോൾ കൊറിയർ വന്നിട്ട് എൻ്റെ കയ്യിൽ തന്നു. കൈ നോക്കിയപ്പോഴേക്കും VFC എന്നായിരുന്നു കൊറിയർ. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞായറാഴ്ച ഒന്നും ഇതേപോലെ പോസ്റ്റ് ഒന്നും വരാൻ പോണില്ല, അതുകൊണ്ട് തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച നോക്കിയാൽ മതി എന്ന് എൻ്റെ അടുത്ത് വീട്ടിലെല്ലാവരും പറഞ്ഞു. പക്ഷെ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഞായറാഴ്ച വരുമെന്ന്. ഞാൻ രാവിലെ മുതൽ പള്ളിയിൽ പോയപ്പോഴും ശനിയാഴ്ച ആണെങ്കിലും രാത്രി ഞാൻ പറയുകയും ചെയ്തു, നാളെ തന്നെ വിസ കൈ കിട്ടും, നീ നോക്കിക്കോന്ന് ഞാൻ പറഞ്ഞിരുന്നത്. അതേപോലെ എനിക്ക് വിസ കൈ കിട്ടി. എനിക്ക് ഓഗസ്റ്റ് 1-ാം തീയതിക്കാണ് വിസ സ്റ്റാർട്ടപ്പ് കിട്ടിയേക്കുന്നത്. ഈ 3-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവാണ്. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ജോയ്സി. ഞാൻ 2024 മെയ് 18-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എനിക്ക് അലർജി രോഗം 25 വർഷത്തിൽ കൂടുതലായി. തുമ്മലും ശ്വാസമുട്ടും ഇൻഹേലർ ഞാൻ വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയുടെ ഉടമ്പടി തൈലവും ഉപ്പവും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞാനിപ്പോൾ ഇൻഹേലർ ഒന്നും വലിക്കുന്നില്ല. പിന്നെ അലർജിക്കാണെങ്കിലും മാസം തോറും ഞാൻ എല്ലാ മാസവും ഡെയിലി ആശുപത്രി പോകുമായിരുന്നു. തുമ്മൽ വന്ന് തുമ്മി എനിക്ക് പനി വരുമായിരുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകുമായിരുന്നു. ഇപ്പോൾ അത് മാതാവിൻ്റെ അനുഗ്രഹത്താലേ ഇപ്പോൾ അതെനിക്ക് മാറിക്കിട്ടി. പിന്നെ എൻ്റെ കാല് എനിക്ക് മുട്ടുത്താൻ, ആദ്യം ഞാൻ മുട്ടുത്തിയാണ് പ്രാർത്ഥിച്ചിരുന്നത്. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മുട്ടുത്താനും കാലിന് ഭയങ്കര വേദനയായിരുന്നു. ഞാൻ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എൻ്റെ മുട്ടുവേദന മാറിക്കിട്ടി. പിന്നെ എനിക്ക് ചെരുപ്പിട്ട് നടക്കുമ്പോൾ കാലിന്മേൽ ഞരമ്പ് വേദന ഉണ്ടായിരുന്നു. അതും ഞാൻ ഉടമ്പടി എടുത്ത് തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി എനിക്ക് ആ വേദനയും അമ്മ മാതാവും ഈശോയും മാറ്റി തന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ആഴ്ച 2 മാസം ഉപവസിക്കുകയും 1000 മണി ജപമാല ചൊല്ലുകയും വൃദ്ധസദനത്തിലേക്ക് മാസം തോറും പൈസ കൊടുക്കുകയും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുകയും ചെയ്യും. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 63-ാം അധ്യായം 2 മുതലുള്ള വാക്യങ്ങൾ. അങ്ങയുടെ ശക്തിയും മഹത്വവും ദർശിക്കാൻ ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ വന്നു. അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്. എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട്
ജോയ്സി, ജോസ്ന തങ്ങളുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളായിട്ട് തങ്ങളുടെ അനുഭവം പങ്കുവയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്നുള്ള ഒരു അനുഗ്രഹമാണ് ഈ അമ്മയ്ക്ക് മകൾക്ക് ലഭിക്കുക. ജോസനയ്ക്ക് തൻ്റെ വിസ സംബന്ധമായ കാര്യങ്ങൾ 2 വീക്സായിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് അത് 2 മാസത്തോളം ആകുകയും കടന്നുപോവുകയും ചെയ്യുമ്പോൾ നിരവധിയായ ആകുലതയോട് ചേർന്നുകൊണ്ടാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ തനിക്ക് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള വലിയ ആഗ്രഹം തന്നെ അത് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് തനിക്ക് ഡേറ്റ് ഇട്ടതിൻ്റെയും ഞായറാഴ്ച തന്നെ പരിശുദ്ധ അമ്മ ഇതിനുള്ള ഒരു വഴി കാണിച്ചു തരുന്നുള്ള ഉറച്ച പ്രാർത്ഥനയും വിശ്വാസം തന്നെയാണ് ഈ മകൾക്ക് തൻ്റെ വിസ കിട്ടുവാനായിട്ട് അത് പോസ്റ്റ് വഴി അത് കയ്യിലേക്ക് ലഭിക്കുവാനൊക്കെ ആയിട്ട് വലിയ അവസരമുണ്ടാക്കി ചെയ്തത്. അത് പരിശുദ്ധ അമ്മയുടെ സംരക്ഷണയിൽ ഒരു സംശയത്തിൻ്റെ ആണെങ്കിലും ആകുലതയൊക്കെ തലത്തിലേക്ക് കൊണ്ടുപോയെങ്കിലും പരിശുദ്ധ അമ്മ അത് അവർക്ക് അനുഗ്രഹമായിട്ട് നൽകുകയും ചെയ്യുന്നുണ്ട്. തുടർന്നാണെങ്കിലും ഈ അമ്മയുടെ അനുഭവ സാക്ഷ്യത്തിൽ തനിക്ക് 25 വർഷമായിട്ടുണ്ടായിരുന്ന അലർജി രോഗം, അതുപോലെ തന്നെ ശ്വാസം മുട്ടലാണെങ്കിലും പലപ്പോഴും ഇൻഹേലറിനെ ആശ്രയിച്ച് മാത്രമാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളോടുള്ള ഉറച്ച വിശ്വാസവും വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള പ്രാർത്ഥനകൾ ഈ കുടുംബത്തിൽ ഈ അമ്മയ്ക്ക് പൂർണ്ണമായൊരു രോഗസൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനിയും ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷികളായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിൻ്റെ സാക്ഷികളായിട്ട് ഈ ആൾത്താരയിൽ ഉയർത്തണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം.